ഇന്ന് നമ്മളൊരു മുതിരത്തോരനും മുതിര ചാറുമാണ് ഉണ്ടാക്കുന്നത്. മുതിരച്ചാറിന് മുതിരപ്പുളി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം മുതിരത്തോരൻ ഉണ്ടാക്കാനായിട്ട് മുതിര തലേദിവസം വെള്ളത്തിയിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ് ഉപ്പിട്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർക്കാനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് അരിയിട്ട് കടുക് വറുത്തു. അരിയും കടുകും കൂടെ ഇട്ടാണ് കടുക് വറുക്കുന്നത്. അരിയും കടുകും കൂടെ ഇങ്ങനെയാണ് ഇങ്ങനെ ചില സാധനങ്ങൾക്ക് പ്രത്യേക സാധനം നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന കണ്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ കടുക് വറുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴറ്റി. കാരണം ഉപ്പിട്ടതായതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. പിന്നെ ഈ മുതിരയും കൂടെ ചേർത്ത് വഴറ്റി മുതിര തോരനാക്കി സൈഡിലിട്ട് വെച്ചു. ഇത് 2-3-4 ഒരു 4-5 വിസിലടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ അത് ശരിക്കും വേവത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കല്ല് പോലിരിക്കും. ഇനി ചാറുണ്ടാക്കാനായിട്ട് തേങ്ങയും ജീരകവും ഒരു ചെറിയ കഷ്ണം പുളി, ഇനി അധികം പുളിയുടെ ആവശ്യമില്ല, മുതിരപ്പുളി മുതിരച്ചാറെന്നൊക്കെ പറയുന്നതിന്. കരിവേപ്പിലയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ച് കുറച്ച് മുതിരയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് അരച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു കൊഴുപ്പ് കിട്ടാൻ. പിന്നെ നമ്മൾ ചട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ വല്ലതും ആണെങ്കിൽ അത് കാണാൻ ശരിക്കും പറ്റാത്തതുകൊണ്ട് ചട്ടി വെച്ചു. അതിനകത്ത് കടുകിട്ടു, ഉള്ളിയും കൂടെ ചേർത്ത് വഴറ്റി ഈ അരച്ച അരപ്പും കൂടെ കലക്കി ഞാൻ ചാറ് ബാക്കി ഗ്രേവി വന്നില്ലേ അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കടുവും വറുത്തു തിളച്ച് കഴിഞ്ഞപ്പോൾ ഓഫാക്കി. എല്ലാവരും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.